എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജുവിനെ കടവന്തര ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ ഒപ്പമാണ് കലാരാജു ആശുപത്രിയിലെത്തിയത്. തട്ടിക്കൊണ്ടുപോയത് സിപിഎം നേതാക്കളാണെന്ന് കലാരാജു ആരോപിച്ചു. ആശുപത്രി വിട്ട ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും കലാരാജു. കൂത്താട്ടുകുളം നഗരസഭയിൽ അവിശ്വാസ പ്രമേയത്തെ പിന്തുണക്കാനെത്തിയ തന്നെ തട്ടിക്കൊണ്ടുപോയത് സിപിഎം നേതാക്കളാണ്. തന്റെ വസ്ത്രം വരെ വലിച്ചുകീറി വലിച്ചിഴച്ചു. ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് തട്ടിക്കൊണ്ടുപോയത്. സിപിഎം പ്രവർത്തകർ തന്റെ കാല് വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും കലാരാജു പറഞ്ഞു. ഇപ്പോഴത്തെ ഇത് കഴിയട്ടെ, എന്റെ ഹെൽത്ത് ഒന്ന് റെഡി ആയിട്ട് ബാക്കി കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാനാണ്. കലാരാജുവിനെ കടവന്തര ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ ഒപ്പമാണ് കലാരാജു ആശുപത്രിയിലെത്തിയത്. തട്ടിക്കൊണ്ടുപോകാൻ വഴിയൊരുക്കിയത് പോലീസാണെന്ന് മാത്യു കുഴൽനാടൻ എംഎൽഎ ആരോപിച്ചു. കലാരാജുവിനെ എറണാകുളത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത് കൂത്താട്ടുകുളത്ത് സുരക്ഷിതമല്ലാത്തതിനാലാണ്. സംഭവത്തിൽ കോൺഗ്രസ് നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. പോലീസ് എല്ലാ നിലയിലും ആ കിഡ്നാപ്പിങ്ങിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. ഹൈക്കോടതിയുടെ ഉത്തരവ് സമാധാനപരമായി ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരെ അതിനുള്ള അവസരം അവിടെ ഉണ്ടാക്കണം, അതിനുള്ള പ്രൊട്ടക്ഷൻ നൽകണം എന്നുള്ള ഉത്തരവാണ് ഉണ്ടായിരുന്നതെങ്കിൽ സിപിഎമ്മിനോട് ചേർന്ന് ഈ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി ഈ അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോലീസ് കൂട്ടുനിൽക്കുകയായിരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. LDF നേതൃത്വം നൽകുന്ന കൂത്താട്ടുകുളം നഗരസഭ ഭരണസമിതിക്കെതിരെ UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരുന്നു. CPM കൗൺസിലറായ കലാരാജു കൂറുമാറിയെത്തിയതിനെ തുടർന്നാണ് തട്ടിക്കൊണ്ടുപോകൽ നടന്നത്. ജനം, കൊച്ചി.